രാവിലെ കാപ്പിക്ക് എന്തുവാ? ഇന്നലെ കിടന്നപ്പോഴേ ഞാൻ വിചാരിച്ചത് ആ പുട്ടുണ്ടാക്കണമെന്ന്. അങ്ങനെ രാവിലെ എണീറ്റ് പുട്ടുണ്ടാക്കുന്ന വെച്ച് പുട്ടുപൊടി കുഴച്ച് വെച്ച് പുട്ടുപൊടി തരിയെല്ലാം കൂടെ ചുണ്ടിച്ചിരിക്കുന്നു. അത് കൊള്ളത്തില്ല. നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പുട്ടുപൊടി വാങ്ങിക്കുമ്പോൾ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന്. അല്ലാതെ ഇങ്ങനെ ലൂസായിട്ട് പാക്കറ്റിലെ വാങ്ങിക്കാതെ ലൂസായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാലോ അത് കൊള്ളത്തില്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കിയില്ല. പിന്നെ എനിക്ക് ഞാൻ ഇച്ചിരി അവൽ നനച്ചങ്ങ് കഴിച്ചു. എനിക്ക് കഴിക്കാൻ എന്തുവാന്ന്? നിങ്ങൾക്ക് കഴിക്കാൻ ഇനി ചപ്പാത്തിക്ക് കഴിക്കാനൊന്നും എനിക്ക് വയ്യ. കൈയുടെ കുഴക്കൊക്കെ വേദനയാണ്. ഞാൻ എത്ര വട്ടം പറഞ്ഞാൽ പ്രകാശ് ഡോക്ടർ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന്. നിങ്ങൾ എത്ര തവണ പല്ലെടുക്കാനോ അതിന് ഇതുമല്ല ആശുപത്രി പോയി. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ഒരു ശ്രദ്ധയില്ലാത്തത്? അത് മാത്രമല്ല ചപ്പാത്തി ഒന്നും ഇപ്പോൾ കൊള്ളത്തില്ല. കുഴയ്ക്കാനും പാടാ. അത് മാത്രമല്ല ഇപ്പോൾ കൂടുതലായിട്ട് മൈദയാണ് അതിനകത്ത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് കേടാ. പിന്നെ രാവിലെ പുട്ടുപൊടി കൊള്ളത്തില്ലെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും വെറൈറ്റി ഡിഷ് ഉണ്ടാക്കണം. അങ്ങനെ അപ്പുറത്തെ സുമച്ചേച്ചിയുടെ പറമ്പ് ചാടി കളഞ്ഞ് ഞാൻ കുറച്ച് വയണയില പറിച്ചു. എന്നിട്ട് വയണയില കൊണ്ട് ഇച്ചിരി ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചക്കയപ്പം ഉണ്ടാക്കിയോ? വയണയില എല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഓർത്തത് ചക്കയില്ല. അല്ലെങ്കിൽ ഈ ഉണക്കത്തെ ഇവിടെ ചക്ക വിളിക്കുന്നത് ഞാൻ എന്തൊരു പൊട്ടിയ. ഈ ചക്ക നോക്കി ചക്കയില്ലാത്ത പ്ലാവെ ഞാൻ കുത്തു നോക്കി. ഇനി എങ്ങാനും ഒരു ചക്ക വീണാലോ അത് തീരത്തില്ല. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങോട്ടാ, നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാ. പിന്നെ ചക്കയുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഒരുപാട് തരം ചക്കയുണ്ട്. പരിക്ക കൂഴ, ഇന്ന് കൂടെ ചക്കയാണ് നല്ലത്. പിന്നെ ചെമ്പരത്തി ചക്കയുണ്ട്. ഓ അതിന്റെ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കുട്ടിക്കാലത്ത് ചക്ക കഴിച്ച് ചക്ക കൊണ്ട്